ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വർഷങ്ങളായി മലയാള സിനിമയിൽ നിറസാന്നിധ്യമാണ് നടൻ വിജയരാഘവൻ. ഈ കാലയളവിൽ ഒട്ടനവധി വേഷങ്ങൾ അദ്ദേഹം പകർന്നാടി. ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തിയ റൈഫിൾ ക്ലബിലും വിജയരാഘവൻ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കുഴിവേലി വേലപ്പൻ എന്ന വേട്ടക്കാരനായാണ് വിജയരാഘവൻ ആ ചിത്രത്തിൽ വേഷമിട്ടത്. ഒരേ സമയം മാസും അതിനോടൊപ്പം ക്ലാസും ചേർന്ന കഥാപാത്രമായിരുന്നു കുഴിവേലി വേലപ്പൻ. ആ ചിത്രത്തിലെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിജയരാഘവൻ. റൈഫിൾ ക്ലബിൽ തനിക്ക് കിട്ടിയ എല്ലാ കയ്യടികൾക്കും കാരണം ആഷിഖ് അബുവാണെന്ന് വിജയരാഘവൻ പറഞ്ഞു. 32 ദിവസവും തനിക്ക് വേഷമുണ്ടായിരുന്നുവെന്നും ഓരോ ദിവസവും 1-2 ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിക്ക ദിവസവും രാവിലെ മേക്കപ്പ് ഇട്ടിരുന്നാലും രാത്രി 2:30 മാത്രമേ ഷോട്ട് എടുത്തിട്ടുള്ളൂവെന്നും അത് കാരണം 2:30 കുട്ടൻ എന്ന പേര് കിട്ടിയെന്നും വിജയരാഘവൻ പറഞ്ഞു. സുരഭിയെ പോലുള്ള നടിമാരുടെ കൂടെ സംസാരിച്ച് പിടിച്ചു നിൽക്കുക എന്നത് തനിക്ക് വളരെ പ്രയാസമുള്ളതാണെന്നും 40 വർഷക്കാലമായി സിനിമയിൽ ഉണ്ടായിട്ടും സിനിമയിൽ നിന്നും ഇത്തരമൊരു പ്രയാസം വന്നിട്ടില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. വിജയരാഘവന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ പടത്തിൽ എനിക്ക് കിട്ടിയ എല്ലാ കയ്യടിക്കും കാരണം ആഷിഖ് അബു എന്ന സംവിധായകനാണ്. അയാളുടേതാണ് ഈ സിനിമ. 32 ദിവസത്തെ ഷൂട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൽ പല ദിവസവും 1-2 ഷോട്ട് മാത്രമേ എന്നെ വെച്ച് എടുക്കാറുള്ളൂ. ഞാനാണെങ്കിൽ രാവിലെ തന്നെ മേക്കപ്പ് ചെയ്ത് റെഡിയായി നിൽക്കും. എന്നാലും എന്റെ ഷോട്ട് എടുക്കുമ്പോൾ രാത്രി 2:30 മിക്ക ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ എല്ലാവരും എന്നെ 2:30 കുട്ടൻ എന്ന് വിളിച്ചു തുടങ്ങി. അതുമാത്രമല്ല, സുരഭിയെ പോലുള്ള നടിമാരുടെ കൂടെ സംസാരിച്ച് പിടിച്ചു നിൽക്കുക എന്നത് വലിയ ടാസ്ക് ആണ്. ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ടും ഇതുപോലെ എന്നെ സംസാരത്തിൽ ബുദ്ധിമുട്ടിച്ച നടി വേറെയില്ല. സുരഭി എന്ന പരീക്ഷ പാസ്സായ താൻ ഇനി എവിടെ വേണമെങ്കിലും സർവൈവ് ചെയ്യും. ചിരിച്ചുകൊണ്ട് വിജയരാഘവൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.